CMRL മാസപ്പടി കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ഇടിവെട്ട് വിധി വന്നതോടെ ഇത്രയും കാലം നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ വഴി ഏതാണെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയായിട്ടുണ്ട്. അന്വേഷണം നിയമപരമാണെന്നും ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ടതില്ല എന്നും ഡിവിഷൻ ബെഞ്ച് അടിവരയിട്ട് പറഞ്ഞതോടെ ഇഡിയുടെ വഴി നേരെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ വസതിയിലേക്കാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേ കിട്ടുമെന്നും ഇഡിയെ പൂട്ടാമെന്നും കരുതി കോടതി കയറിയ CMRL മുതലാളിക്കും സംഘത്തിനും കിട്ടിയത് 1-10 എന്ന കണക്കിന് തിരിച്ചടിയാണ്. കോടതി വിധി വന്ന മിനിറ്റുകൾക്കകം ഇഡി മേധാവി രാഹുൽ നവീൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തത് വെറുതെ ചായ കുടിക്കാനല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അറസ്റ്റ് നടപടികൾ പാടില്ല എന്ന കോടതിയുടെ കരുതൽ കാലാവധി തീരുന്ന ദിവസം. ഇനി അങ്ങോട്ട് ഇഡിക്ക് ഫുൾ സ്പീഡിൽ വണ്ടി ഓടിക്കാം. ഇനി പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്കാണോ കണ്ണൂരിലെ വീട്ടിലേക്കാണോ ഇഡിയുടെ വണ്ടികൾ ആദ്യം തിരിയുക എന്നത് മാത്രമാണ്. കേന്ദ്ര ഏജൻസികൾ വന്ന് തൊട്ടപ്പോഴേക്കും ഇഡി വണ്ടി അടിച്ചു തകർത്ത വിപ്ലവ വീരന്മാർ ഇനി ഏത് വഴിക്ക് പ്രതിരോധം തീർക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ കളി വേറെ ലെവലാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരാം എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക വിധിക്ക് പിന്നാലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അടുത്ത നീക്കങ്ങളിലേക്കാണ്. അന്വേഷണം പൂർണ്ണമായും നിയമപരമാണെന്ന് വ്യക്തമാക്കിയ കോടതി സ്റ്റേ വേണമെന്ന ഹർജിക്കാരുടെ ആവശ്യം തള്ളിയതോടെ പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കും CMRLനും വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. വിധി വന്നതിന് തൊട്ടു പിന്നാലെ കൊച്ചിയിലെത്തിയ ഇഡി മേധാവി രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടിക്ക് പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. ഇന്ന് വീണയ്ക്കെതിരെ കടുത്ത നടപടികളോ സമൻസോ ഇന്നേ വരെ പാടില്ല എന്ന കോടതി നിർദ്ദേശത്തിന് കാലാവധി അവസാനിച്ചതോടെ ഇഡി ഇനി ഒട്ടും സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സൂചനകൾ. 2 വർഷത്തോളമായി നീളുന്ന കേസിൽ ഇനി ഒട്ടും കാലതാമസം വരുത്തേണ്ടതില്ല എന്ന കോടതിയുടെ കടുത്ത പരാമർശം ഇഡിക്ക് കൂടുതൽ കരുത്തു പകരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായിയുടെയും മുഹമ്മദ് റിയാസിന്റെയും വസതികൾ ഉൾപ്പെടെ കേരളത്തിലുടനീളം ഇഡി നടത്തിയ വ്യാപക റെയ്ഡുകളിൽ നിർണായക രേഖകൾ ലഭിച്ചതായിട്ടാണ് വിവരം. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിസമ്മതിച്ചാൽ ടി വീണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് ഇഡി കടക്കുമെന്ന റിപ്പോർട്ടുകളും വന്നത്. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലേക്കും ആയിരുന്നു വീണയെ ലക്ഷ്യമിട്ട് ഇഡി സംഘത്തിന്റെ വാഹനങ്ങൾ പാഞ്ഞെത്തിയത്. ഇനിയും ഏത് നിമിഷവും ഈ അറസ്റ്റിന് വേണ്ടി ഇഡി വണ്ടി ആ വീട്ടിലേക്ക് എത്താമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുകയാണെന്ന് ആരോപിച്ച CPM പ്രതിരോധം ശക്തമാക്കുകയാണ്. നേരത്തെ ഇഡി പരിശോധനകൾക്കെതിരെ സംസ്ഥാനത്ത് പലയിടത്തും CPM പ്രവർത്തകർ തെരുവിലിറങ്ങുകയും ഉദ്യോഗസ്ഥരുടെ വാഹനം തകർക്കുന്ന അടക്കമുള്ള ആക്രമണ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. വരും മണിക്കൂറുകളിൽ ഇഡി കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ കേരള രാഷ്ട്രീയത്തിൽ വൻ സ്ഫോടനാത്മകമായ സാഹചര്യമായിരിക്കും സൃഷ്ടിക്കപ്പെടുക. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ CPMകാർ ഇനി കണ്ടം വഴി ഓടുന്നതാണ് നല്ലത്. നീതിപീഠം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സഖാവിന്റെ മകൾക്ക് വേണ്ടി ഇനിയും അടിയും തല്ലും കൊണ്ട് ജയിലിൽ കിടക്കണോ വേണ്ടയോ എന്ന് ഇനി ഇരുത്തിയൊന്ന് ആലോചിക്കൂ. വിധി വന്നപാടെ മുഹമ്മദ് റിയാസ് ഒളിവിൽ പോയിരിക്കാനാണ് സാധ്യത. എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ അതോ എക്സാലോജിക് സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്ന് കണ്ടു തന്നെ അറിയണം.